ശ്വാസകോശം സ്കോച്ച് ബ്രൈറ്റ് പോലെയാവൂ. കേൾക്കുമ്പോൾ തമാശ തോന്നുമെങ്കിലും ഇന്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു അസുഖത്തിൽ ശ്വാസകോശത്തിന് സംഭവിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഈ അനാലജിയാണ്. സ്കോച്ച് ബ്രൈറ്റിൽ ഒരു സൈഡിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് ഉണ്ട്. അത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ബൗൺസ് ബാക്ക് ചെയ്യും. അതേസമയം മറ്റേ സൈഡിൽ വളരെ സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നോർമൽ ആയിട്ടുള്ള ശ്വാസകോശം ഈ സൈഡിലുള്ള സ്പോഞ്ച് പോലെയാണ്. അതിന് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട്. നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിടിച്ചു വയ്ക്കും. അത് നമ്മൾ പിഴിയുമ്പോൾ അതുപോലെ പുറത്തു വരും. ഇതേപോലെ തന്നെ ഓക്സിജൻ ആ ശ്വാസകോശത്തിന് ഉള്ളിലേക്ക് എടുക്കാനും പിടിച്ചു വയ്ക്കാനും അത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാനും സാധിക്കും. അതേസമയം ILD ഉള്ളൊരു ശ്വാസകോശം ഈ സ്റ്റിഫ് ആയിട്ടുള്ള ഫൈബർ പോലെയാണ്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടി പാസ് ത്രൂ ചെയ്യണമെന്നല്ലാണ്ട് അതിനെ പിടിച്ചു വെക്കാനോ അത് ഇഫക്റ്റീവായിട്ട് പുറത്തേക്ക് കളയാനോ ഇതിന് സാധിക്കില്ല. ILD ഉള്ള ശ്വാസകോശത്തിന് ഓക്സിജൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നല്ലാണ്ട് ഓക്സിജൻ പിടിച്ചു വെച്ച് നമ്മുടെ ബ്ലഡിലേക്ക് വരുത്താനായിട്ട് അതിന് സാധിക്കില്ല. ഓക്സിജൻ നല്ലോണം എടുക്കാൻ കഴിയുന്ന ഈ ശ്വാസകോശത്തിൻ്റെ ഈ ഭാഗത്തെ സ്പോഞ്ച് മാറി മാറി ഈ ഫൈബ്രസ് ആയിട്ടുള്ള സ്പോഞ്ച് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ILDയിൽ മരുന്നുകൾ കൊടുക്കുന്നത്. ആ പ്രോഗ്രസ്സിനെ തടഞ്ഞു നിർത്തുന്നിടത്തോളം നമ്മൾക്ക് രക്തത്തിലേക്ക് ഓക്സിജൻ വലിക്കാനും ശ്വാസകോശത്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയും നിലനിർത്താനും സാധിക്കും.